അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇതെന്റെ 5ാം പിറന്നാളിനെ അച്ഛൻ തന്ന ഗിഫ്റ്റാ. മേലൊന്ന് അടിച്ചു വരാൻ പോയതാ, അപ്പൊ കിട്ടിയതാ. നീ ഇങ്ങനെ ഇതും എടുത്ത് കളിച്ചുകൊണ്ടിരുന്നോ? ചെറിയ കുട്ടിയാണ് നിന്റെ വിചാരം? എത്ര വയസ്സായെന്ന് പറഞ്ഞിട്ടാ? നീ വരുന്ന കല്യാണമൊക്കെ വേണ്ട വേണ്ട പറഞ്ഞാലോ? ഇനി ഞാൻ സമ്മതിക്കില്ലേ. അതുകൊണ്ടെന്താ, എനിക്കിപ്പോ സമാധാനവും സന്തോഷമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്റെ ഫ്രണ്ട് അഞ്ജലി ഓർമ്മയുണ്ടോ? 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു പോയതാ. ഇപ്പൊ ഡിവോഴ്സ് ആയിട്ടേ കോടതി കയറി ഇറങ്ങി നടക്കുക. ആ ഗതികേട് എന്തായാലും എനിക്ക് വന്നില്ലല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്താ? അതിന് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ മോളെ. എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. അതിൽ നല്ലൊരു ചെക്കൻ വന്നാലോ? അതിന് അങ്ങനത്തെ ഒരു ചെക്കൻ വരുന്ന ഒരു ഉറപ്പില്ലല്ലോ അമ്മേ. വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ കല്യാണത്തിനെ കുറിച്ച് അമ്മ മിണ്ടേ വേണ്ട. എന്റെ ഈ സന്തോഷങ്ങളെ ഞാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. മോളെ, നിനക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടാ. കല്യാണ കാര്യം പറയുമ്പോഴൊക്കെ അവള് പറയുന്നത് നല്ല ചെക്കൻ പറ്റ അപ്പൊ നോക്കാം, നല്ല ചെക്കൻ പറ്റ അപ്പൊ നോക്കാന്നുള്ളത്. വരുമ്പോ ആലോചിക്കുന്നല്ലേ പറഞ്ഞു. അപ്പൊ വന്നാലോ? അങ്ങനെ ചെക്കൻ നമ്മുടെ ഉണ്ട്. അതല്ലേ പ്രശ്നം. ഈ ബ്രോക്കർമാർ കൊണ്ടുവരുന്ന കല്യാണാലോചന ഒന്നും വേണ്ടെന്നാണ് അവള് പറയുന്നത്. അതിപ്പോ ഒരു പ്രാവശ്യം ചെക്കൻ വന്ന് കണ്ടിട്ട് പോകും, പിന്നെ വരും എൻഗേജ്മെന്റ് പറഞ്ഞിട്ട് അടുത്ത് കല്യാണം. അതൊന്നും പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെ നടക്കും? പ്രായം കൂടിപ്പോയല്ലേ. പ്രായം കൂടുന്നതനുസരിച്ച് ചെക്കന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതിപ്പോ എനിക്കറിയാലോ ബ്രോക്കറെ. പക്ഷെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ നല്ലതാ. വേണമെങ്കിൽ ഇപ്പൊ ഇതും നല്ലതായിരിക്കും. അതിപ്പോ ഞാൻ എങ്ങനെ അവളുടെ മുൻപിൽ അവതരിപ്പിക്കുക? അതിന്റെ വഴിയൊന്നും നിങ്ങൾ പറഞ്ഞു തരും. ബ്രോക്കർമാരെ കൊണ്ടുവരുന്ന ആരാണില്ലേ പറ്റത്ത്. മാട്രിമോണി ആണെങ്കിലോ അത് പറ്റുമോ? ആ, അത് ചിലപ്പോ പറ്റുമായിരിക്കും. അതാണ് ഇപ്പൊ ഒന്നും രണ്ടെണ്ണൊന്നും അല്ലാലോ. 500 ചെക്കന്മാരുടെ ഫോട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുകയല്ലേ. അതിൽ ഏതെങ്കിലും നല്ലതൊക്കെ സെലക്ട് ചെയ്താൽ പോരെ? അത് ഞാൻ അവളോട് പറയാം. ഞാൻ അവരോട് പറയാ മാട്രിമോണി ചെക്കന്റെ ഫോട്ടോ കൊടുക്കേ. നിങ്ങൾ ആൾക്കാർ നോക്കോളി. ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളൊരു കാര്യം ചെയ്, വേഗം ഫോട്ടോ അയച്ചു തരി. അത് അവളെ കൊണ്ട് തുറപ്പിച്ചാ പോരെ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇപ്പോൾ നല്ല ചെക്കൻ ആലോചന. എന്നാ പിന്നെ പഞ്ചായത്തി ഈ കല്യാണം നടന്ന് ഉറപ്പിച്ചോളൂ. ചെക്കന്റെ ഫോട്ടോ മറ്റു വിവരങ്ങളും ഞാൻ വാട്സാപ്പിൽ അയച്ചുതരാം. നിങ്ങൾ ആ പയ്യൻ തന്നെ കൂടെ ഉറപ്പിച്ചോളി. ഇതിനെല്ലാം ആലോചന കിട്ടാൻ കുറച്ച് പാടാ. എന്നപ്പോ ഞാൻ ഇറങ്ങാണേ. നിങ്ങളുടെ മോള് വേണ്ടേ മാട്രിമോണി കൂടെ നോക്കിക്കോളി. ഓ, ഒന്ന് നടന്ന് കിട്ടിയാ മതിയായിരുന്നു ദൈവമേ. അല്ല ശ്രുതി മോളെ, നിന്റെ ലാപ്ടോപ്പിലേ ഈ എന്താണ് മാട്രിമോണിയുടെ സൈറ്റൊക്കെ കിട്ടുമോ? ഇതിലെല്ലാം കിട്ടും. പക്ഷെ ഇപ്പോഴേ ഞാൻ അത്യാവശ്യമായിട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. കല്യാണം കാര്യം കൊണ്ട് വരാനാണെങ്കിൽ അമ്മ പോയിക്കും. എനിക്ക് വേറെ ജോലിയുണ്ട്. ഓ, നിന്റെ അടുത്ത് കല്യാണ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല. നീ എപ്പോഴോ കല്യാണം കഴിക്കി. എന്നാൽ നീ എന്റെ മോളല്ലേ. നീ എനിക്ക് വല്ല പറ്റിയ ആലോചന ഇതിൽ വന്ന് കിടക്കണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ. എന്റെ ഒരു സമാധാനത്തിന്. ആ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് കാണണം. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല. ഇതാ മാട്രിമോണിയൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ നോക്ക്. ഏതായി ബ്രോക്കർ പറഞ്ഞ ചെക്കൻ? ഓ, ഇതല്ലേ നല്ല ചെക്കൻ. ചെറുപ്പത്തിൽ കണ്ട ഇഷ്ടപ്പെടും. എന്താ അമ്മ ചെയ്യണേ? കഴിഞ്ഞാൽ ഇങ്ങ് താ. എനിക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാ. ഓ, നിന്നെ ഞാൻ ശല്യം ചെയ്യുന്നൊന്നുമില്ല. ഇത് നോക്ക്, നിനക്കൊരു ചെക്കനെ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. ഞാൻ അതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ചിലപ്പോ ഇപ്പൊ തന്നെ വിളിക്കാൻ തോന്നുന്നു. ഇത് നോക്ക്, മോൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അയ്യോ, എന്തിനമ്മ വേണ്ടാത്ത പണിക്ക് നിൽക്കാന്ന്? ഞാൻ പറഞ്ഞതല്ലേ അതിൽ കയറിയിട്ട് ഒന്നും ചെയ്യരുതെന്ന്. അമ്മ ഒരു ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം അത് ഓപ്പൺ ചെയ്തതാ. ഇതിപ്പോ എനിക്ക് പുരുഷായല്ലോ. അയാൾ വിളിച്ചിട്ടുണ്ടെങ്കിലേ അമ്മ പറയും അത് റോങ് നമ്പറാണ്, അറിയാണ്ട് വന്നതാന്ന്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇപ്പൊ തന്നെ അങ്ങനെ കല്യാണം പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ അവരിവിടെ കാണാൻ വന്ന് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് അതെല്ലാം ശരിയായില്ലല്ലേ? ചിലപ്പോ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ മോളെ, നമുക്കങ്ങ് നടത്താലോ. അമ്മ ഇപ്പൊ അത് തന്നെ. എന്നാ നീ കൂടി ഒന്ന് നോക്ക് കേട്ടോ. ആ താഴെ ഫോൺ അടിക്കുന്നുണ്ട്. ചെക്കൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. ഞാൻ എടുക്കട്ടെ. വീട് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. നല്ല പ്ലാൻ.
ഞാൻ ആലോചിക്കുന്നതേ, കല്യാണത്തിന് ഹർബറി ആയിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? ഒരു 6 months കഴിഞ്ഞിട്ട് പോരെ? അങ്ങനെയാണെങ്കിൽ വീട് പണിയും കഴിയല്ലോ. അത് പറ്റൂല. എന്താണെന്നറിയോ, നമ്മുടെ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് കൊടിയേറ്റാ. അപ്പം ഈ കൊടിയേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു 1.5 മാസത്തേക്ക് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഹൗസ് വാമിംഗ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും അതൊന്നും ഇവിടെ നടത്തില്ല. ഉത്സവത്തിന് പോകുമ്പോൾ നമ്മുടെ കല്യാണം നടത്തണം, പിന്നെ ഉത്സവത്തിന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് അമ്പലത്തേക്ക് പോകണം. ഇതൊക്കെയാണ് ഇവിടെ അമ്മേന്റെ അച്ഛന്റെ പെങ്ങന്മാരൊക്കെ ആഗ്രഹം. ഓ, അങ്ങനെ. പിന്നെ ഇയാളുടെ വീട്ടിലും കുഴപ്പമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് കല്യാണം നടത്താൻ റെഡി ആണെന്നാണ് ഞങ്ങൾ അന്ന് വന്നപ്പോ അച്ഛനമ്മയും പറഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് കുറച്ച് തിരക്കുണ്ട്. കാരണം എന്റെ പഠിത്തം കഴിഞ്ഞപ്പോ തന്നെ എന്നെ കെട്ടിച്ചയക്കാനുള്ള തിരക്കിലായിരുന്നു അവര്. പിന്നെ ഞാനാണ് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട, പിന്നെ ആകാന്ന് പറഞ്ഞത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ പിന്നെ എപ്പോഴാണോ നല്ല പ്രപ്പോസൽ വരുന്നത് അപ്പൊ തന്നെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ടേ എനിക്ക് വേണ്ട ഗോൾഡും കാര്യങ്ങളൊക്കെ അവര് ശരിയാക്കി വെച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ അവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഇത്ര ഓപ്പൺ ആയ സ്ഥിതിക്ക് അല്ല, നമ്മളൊന്ന് ജീവിക്കേണ്ടവരാണല്ലോ. ചോദിക്കുന്നതൊന്നും വിചാരിക്കണ്ട. ഈ 150 പവനൊക്കെ ഇത്രയും വിലയുള്ള സമയത്ത് ഇപ്പൊ വാങ്ങിയതാണോ അതോ നേരത്തെ വാങ്ങി വെച്ചതാണോ? അതൊക്കെ എപ്പോഴും എടുത്തു വെച്ചു, കുറെ മുമ്പ് എടുത്തു വെച്ചു, അല്ലാണ്ട് ഇപ്പോഴൊന്നും അല്ല. എന്നെ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒരുത്തനൊപ്പം പറഞ്ഞു വിടണം, അത്രേ ഉള്ളൂ അവർക്ക്. അതിപ്പോ എല്ലാ പേരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ ചേച്ചീന്റെ മോളുണ്ട്, അവൾ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുക. അവൾ എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് എത്തിയപ്പോ തൊട്ട് ചേച്ചി അവക്ക് കല്യാണത്തിന് വേണ്ട സ്വർണം വാങ്ങിക്കൂടാൻ തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം 10-80 പവനായി എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വർണത്തിലൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇനിയിപ്പോ എന്തെങ്കിലും തന്നാൽ തന്നെ വേണ്ടാന്നേ ഞാൻ പറയും. അല്ലെങ്കിലും കല്യാണത്തിന് എന്തിനാ ഇപ്പൊ ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്? അല്ല, പക്ഷെ ഇങ്ങനൊന്നും ആയിരുന്നില്ല അന്ന് വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞത്. 150 പവന്റെ കൂടെ 25 പവനും കൂടെ വാങ്ങിയിട്ട് ഇയാൾക്ക് 175 പവൻ കല്യാണത്തിന്റെ ടൈമിലിടും. പിന്നെ ഒരു കാറും കൂടെ തരും. അതേപോലെ തന്നെ വേറെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കല്യാണത്തിന് മുമ്പായിട്ട് അതൊക്കെ ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ആധാരമൊക്കെ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് വരുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ? അത് ശരി. അപ്പൊ ഇത്രയും വലിയ കച്ചവടമൊക്കെ ഇതിന്റെ പുറം നടന്നിട്ടുണ്ടായിരുന്നു? ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ഇതിനെ കുറിച്ച്. അങ്ങനെ ഒരു കച്ചവടത്തിന്റെ രീതിയിലല്ല കേട്ടോ സംസാരിച്ചത്. എന്തായാലും നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചല്ലേ കല്യാണം കഴിച്ച് വന്ന് ജീവിക്കാൻ. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പരസ്പരം അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അത് ഭാവിയിൽ വേറെ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. അത് ശരിയാ. പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്. അല്ല, ഇയാളെ സാലറി എത്രയുണ്ട്? സാലറിയോ? സാധാരണ ആണുങ്ങളോട് സാലറിയും പിന്നെ പെണ്ണുങ്ങളോട് വയസ്സും ഈ കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്നാണ് സാധാരണ എല്ലാവരും പറയാ. ഇതുവരെ എന്നോട് എന്റെ സാലറി ആരും ചോദിച്ചിട്ടൊന്നുമില്ല. അല്ല, ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്റെ സാലറി ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? അല്ല, അത് നമ്മൾ നോർമൽ ടോക്കിൽ സംസാരിച്ചല്ലേ. എന്നാൽ ഇതൊരു നോർമൽ ടോക്കായി തന്നെ കൂട്ടിയാൽ മതി. എന്തായാലും 5 ശമ്പളം കാണില്ലേ? ഒരു 5, 5.5, 6 അതിൻ്റെ ഉള്ളത് വരുന്നുണ്ട്. 5 അറിയോ? ഒരു 4.5 തൊട്ട് 5.5, 6 വരെ വരും. ഇങ്ങനെയൊക്കെ സാലറി കൊടുക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതിപ്പോ സാലറിന്റെ കാര്യമല്ലോ വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് അടിക്കണ്ടേ? നമുക്ക് ഞാൻ കൂടെ 1 മാസം സമയമുള്ളൂ. അതിന്റെ ഉള്ളിൽ ഇത് അടിച്ച് ഉണ്ടാക്കി കുറെ ആൾക്കാരെയൊക്കെ വിളിച്ച് എന്തൊക്കെ പരിപാടികളുണ്ടാവും. ടെൻഷനായിട്ട് വയ്യ. ഞങ്ങൾ എന്തായാലും നാളെ തന്നെ തുടങ്ങും, എന്നാലേ തീരുള്ളൂ. അത് ശരിയാ. ഈ 1 മാസം എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ പോകില്ലേ? എനിക്കും ഈ ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യത്തിൽ വലിയ പിടുത്തൊന്നുമില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫോർമാറ്റ് തയ്യാറാക്കാം. അല്ലേ വേണ്ട, നിങ്ങളൊരു ഫോർമാറ്റ് തയ്യാറാക്കാം, എന്നിട്ട് എന്നോട് പറ, നമുക്ക് അതേ കണ്ടന്റ് തന്നെ ഇടാം. അതിനിപ്പോ എന്താണ്, ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോർമാറ്റ് കിട്ടൂലേ. അതിലേതെങ്കിലും ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ അച്ഛന്റെ അമ്മേന്റെ പേര് മാറ്റണം, പിന്നെ അഡ്രസ്സും മാറ്റുക, സ്ഥലപ്പേര് മാറ്റുക, കഴിഞ്ഞില്ലേ? ഈസി പരിപാടി. അല്ല, അത് വേണ്ടെന്നേ. ഗൂഗിളിലൊക്കെ നോക്കി ചെയ്യുമ്പോഴേ എല്ലാവരും ചിലപ്പോൾ ഒരുപോലെ ആയിപ്പോ. നമ്മുടെ മാരേജ് അല്ലേ, അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കാർഡ് തന്നെ വേണം. ഒരു കാര്യം ചെയ്താലോ, നിങ്ങൾ ഈ 5.5, 6 അക്കം ശമ്പളമൊക്കെ വാങ്ങുന്ന ആളല്ലേ, എന്നുവെച്ചാൽ ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഒരു അടിപൊളി ഇൻവിറ്റേഷൻ കാർഡ് ഇപ്പൊ തന്നെ റെഡിയാക്കും. നമുക്ക് അതുപോലെ ചെയ്യാം. അതിനിപ്പോ എന്താ, ഞാന് ഒരെണ്ണം ഫ്രെയിം ചെയ്ത് തരാം. കേട്ടോ, ഇപ്പൊ തരാം.
ഞാനേ ഇതില് നമ്മുടെ അഡ്രസ്സ് ഒന്നും ഇപ്പൊ വെക്കുന്നില്ല. ഈ ഫോർമാറ്റ് ഒക്കെ ഒന്ന് റെഡി ആവുന്നവരെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഒറ്റ സെക്കൻഡേ. ആ ഇപ്പൊ റെഡിയായി. വായിച്ചു നോക്ക്. അല്ല അത് കുഴപ്പമില്ല, നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ കേട്ടോളാം. ആ ഞാനേ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടോ. ഐ യു കോൾ യു മാരേജ് ദിനേശ് ശ്രുതി. നിങ്ങള് ഞങ്ങള് എല്ലാവരെയും കല്യാണത്തിന് വിളിക്കുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊടുത്താണ് കേട്ടോ കോൾ ചെയ്യുന്നു. അല്ല നമുക്കത് വെൽക്കം എന്നാക്കാം, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ. പിന്നെ ദിനേശ് ശ്രുതി നമ്മുടെ പേരിട്ടിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഞാൻ ജസ്റ്റ് ഡാഷ് നട്ടത്. അതിപ്പോ എന്തെങ്കിലും ജോത്സരെ വിളിച്ചിട്ട് ഡേറ്റ് സമയം കാണണമല്ലോ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. ആ അത് കുഴപ്പമില്ല, അത് നമുക്കൊരു ജോത്സരെ കാണാം. അല്ല വെന്യൂ മെൻഷൻ ചെയ്തില്ലല്ലോ. അയ്യേ, മെനു ഒക്കെ ആരെങ്കിലും കല്യാണം കത്ത് കൊടുക്കുവോ? അത് ഉച്ചയ്ക്ക് നമ്മള് സദ്യ കൊടുക്കൂലേ, നോൺ വെജ് വേണ്ടവർക്ക് ഒരു സെക്ഷൻ, വെജിറ്റേറിയൻസിന് വേറെ സെക്ഷൻ. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. സ്ഥലം എവിടെയാ, എവിടെ വെച്ചാ കല്യാണം നടത്തുന്നത്? അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ലാൻഡ് നിന്ന്. നമുക്കേ 2 വീട്ടുകാർക്കും എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ നമ്മുടെ കുടുംബക്കാരുണ്ടാവല്ലോ, ഒരു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, വീട് പണി കഴിഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ വലിയ തലവേദനയായിരിക്കും അവർക്ക്. അപ്പൊ നമുക്കേ ടൗണിൽ ഒരു മണ്ഡപം എടുക്കായിരിക്കും നല്ലത്. അതാകുമ്പോൾ എല്ലാവർക്കും ഈസി ആണല്ലോ. അപ്പൊ ഞാൻ ഈ ലാൻഡ് എന്ന് എഴുതിയെടുത്ത് ഒരു മണ്ഡപത്തിന്റെ പേര് വെക്കണം, അത്രേ ഉള്ളൂ. MBA ആണെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. എനിക്കൊന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റാ? സാധാരണ എല്ലാവരും കല്യാണത്തിന് ജാതകല്ലേ നോക്ക്, അതാണ് ചേർന്നതാണ്. ഇനി എന്തിനാ ഈ സർട്ടിഫിക്കറ്റ്? അല്ല ജാതകമൊക്കെ ചേർന്നാണ്, പക്ഷെ ജാതകം നോക്കുന്നതിന് മുമ്പേ വീട്ടിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച്. എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ചോദിച്ചു, എൻ്റെ സാലറി ചോദിച്ചു, പിന്നെന്താ 175 രൂപ സ്വർണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അത് ചോദിച്ചു, തരാനുള്ള കാറിനെ കുറിച്ച് ചോദിച്ചു, സ്ഥലത്തിന്റെ കാര്യം ചോദിച്ചു. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇയാളെ സാലറിന്റെ കാര്യം ഞാൻ ചോദിച്ചു, അത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, പോട്ടെ. ഇപ്പൊ സർട്ടിഫിക്കറ്റല്ലേ ചോദിച്ചുള്ളൂ, അത് ഉള്ളൊരു സാധനമല്ലേ, അതൊന്ന് കാണിച്ചു തന്നാൽ എന്താ പ്രശ്നം? അല്ല വേറൊന്നും കൊണ്ടല്ല, പിന്നീട് നമ്മുടെ ജീവിതത്തില് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്, അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. ഓ അങ്ങനെ. ഇതിനിപ്പോ സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തുവേണം ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. MBA എന്നല്ലേ പറഞ്ഞേ? ഏത് യൂണിവേഴ്സിറ്റി MBA ചെയ്തേ? കോഴിക്കോട് യൂണിവേഴ്സിറ്റി. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയോ? അല്ല, തൃശ്ശൂർ യൂണിവേഴ്സിറ്റി. കുറെ കോഴ്സുകൾ ഇങ്ങനെ പഠിച്ചതുകൊണ്ടേ യൂണിവേഴ്സിറ്റി മറന്നുപോയി. തൃശ്ശൂർ യൂണിവേഴ്സിറ്റി. അല്ല തൃശ്ശൂർ യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ അത്രയ്ക്ക് അപ്ഡേറ്റ് അല്ലല്ലേ, അതായിരിക്കും. ആ എന്റെ എല്ലാ കോഴ്സും ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കഴിഞ്ഞാൽ. SSLCക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു, +2 ഉണ്ടായിരുന്നു ഡിസ്റ്റിങ്ഷൻ, പിന്നെ ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, PGക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു സാലറിയിലാണ് വർക്ക് ചെയ്യണേ. എന്റെ ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം, എനിക്കൊരു കുഴപ്പമില്ല. തൃശ്ശൂർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു തരുമോ? ഇതെന്താടോ, ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാണ് ഇങ്ങോട്ട്? സാധാരണ പെൺകുട്ടികളെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിച്ചിട്ട് പയ്യന്റെ പേര് പോലും ചോദിക്കില്ല, അതിന് കഴുത്ത് കെട്ടി കൊടുക്കും താരിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു ഈ വീട് കാണണം, ഞാൻ പറഞ്ഞാണ് അച്ഛനും അമ്മയും ഇവിടെ പെങ്ങളെ വീട്ടിലാണ്. എന്നാലും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. അത് ഞാൻ സമ്മതിച്ചു. അതേപോലെ എൻ്റെ പണി നടക്കുന്ന വീട് കാണണം എന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇയാളെ കൊണ്ടുപോയി. ഇതിപ്പോ ലാസ്റ്റ് വന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു, യൂണിവേഴ്സിറ്റി ചോദിക്കുന്നു. ഇതൊക്കെ അറിയേണ്ട വല്ല കാര്യമുണ്ടോ? എൻ്റെ ജാതകത്തിന്റെ കോപ്പി ചോദിക്കും, ഞാനൊരു 10-20 എണ്ണം എടുത്ത് എങ്ങനെ തരും. അല്ലാണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഇല്ലെങ്കിൽ ഇല്ല എന്നങ്ങോട്ട് തുറന്നു പറയും. എന്തിനാ അങ്ങനെ നുണ പറഞ്ഞ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ കൊള്ളാലോ, കല്യാണം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരുന്ന സ്വർണം കൊണ്ട് വേണം നിങ്ങളുടെ വീട് പണി നടത്താൻ. അതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ തിരക്കിട്ട് കല്യാണം നടത്തണം. ഞാനാണെങ്കിൽ നിങ്ങളോടൊന്നും ചോദിക്കാനും പറ്റില്ല. പിന്നെ വീട്ടുകാരെന്താ പറയണത് അതനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്തിന് എടുത്ത് തരണം, അല്ലേ? അങ്ങനെ കഴുത്തിന് കിട്ടിയതേ പെട്ടുപോയ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പെടാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വരണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കണം ഞാൻ തീരുമാനിച്ചത്. നിങ്ങൾ ആ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടുന്ന് കഥകൾ പറഞ്ഞപ്പോഴേ എനിക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. ഒരുപാട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ?
പെൺകുട്ടിക്ക് ഒരു 22 വയസ്സായ തുടങ്ങും അവര് വേവലാതി. ഇവളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണല്ലോ. ഇനിയിപ്പോ വയസ്സെങ്ങാനും കൂടി കഴിഞ്ഞാലോ പിന്നെ ആരെങ്കിലും കയ്യിൽ പിടിച്ചാൽ ഏൽപ്പിച്ചാൽ മതി. ഇനി ചെക്കന് ജോലി ഉണ്ടോ, നല്ല സംസ്കാരം ഉണ്ടോ, നല്ല സ്വഭാവം ഉണ്ടോ, അതൊന്നും വിഷയമല്ല. ഇനി സൈക്കോ ആണെങ്കിലും കുഴപ്പമില്ല, മോളെ എങ്ങനെയെങ്കിലും അവൻ കൊണ്ടുപോയാൽ മതി. അതിനു വേണ്ടിയിട്ട് കാറായിട്ടും സ്ഥലമായിട്ടും സ്വർണ്ണമായിട്ടും ഇല്ലാത്ത പൈസ കടവും വാങ്ങി കല്യാണം നടത്തി അവളെ എന്ത് പറഞ്ഞു വിടും. ഭാരം ഇറക്കി വെക്കണല്ലോ. പാരന്റ്സിന്റെ ചിന്താഗതി കൊണ്ടേ കഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. അവർക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വിട്ടാൽ മതി. ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് അറിയിക്കേണ്ടതേ ആ പെൺപിള്ളേരല്ലേ. എന്തായാലും ഇത്രയും നല്ല ഇൻഫർമേഷൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. എനിക്ക് ഈ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലോ ഞാനിതൊക്കെ അറിയുന്നത് പെട്ടുപോകില്ലേ. എന്റെ ജീവിതം എനിക്ക് വളരെ വിലപ്പെടുത്താം. അത് വെച്ച് കളിക്കാൻ ഞാൻ റെഡിയല്ല. അപ്പൊ ശരി, തീരുമാനം എന്താന്ന് ഞാൻ വീട്ടുകാരോട് അറിയിക്കാം. ഓക്കെ.